പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയ്ക്ക് ഏറ്റവും അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ കുർബാനയിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തി ഏകാഗ്രമായ മനസ്സോടെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ ആരാധനയ്ക്കായി നമുക്ക് അല്പസമയം വിനിയോഗിക്കാം. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുക. ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് വളരെ പ്രത്യേകമായി തിരുവോസ്തിയിൽ പരിശുദ്ധ ഈശോയുടെ തിരുമുഖം തെളിയിച്ചു തന്ന് ഞങ്ങളെ ധന്യരാക്കിയ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ നമുക്ക് ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ലോകാവസാനം വരെ ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം പരിശുദ്ധ കുർബാനയിൽ സത്യമായും നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുൻപിലായിരിക്കുവാൻ ലഭിച്ച ഓരോ നിമിഷവും ജീവിതത്തിലെ എത്രയോ ധന്യമായ നിമിഷങ്ങൾ, അവയെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയുടെ ഒരു ഗീതം നമുക്ക് നിന്നുകൊണ്ട് തന്നെ ആലപിക്കാം. ദൈവപിതാവേ, Speak
ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ശാന്തമായി ഇരുന്ന് നമുക്ക് ആരാധന തുടരാം. നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധാനത്തിലേക്ക് ഉയർത്താം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ സമയത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ സജീവമായി നമുക്കായിരിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കരുണയുടെ ആധിക്യത്തെ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും? അങ്ങയുടെ അനന്തമായ പദ്ധതിയുടെ സമൃദ്ധിയും വൈഭവവും അതിൻ്റെ ആഴവും എത്രയോ ശ്രേഷ്ഠം. ആദിയിൽ ദൈവമായിരുന്നവനും കാലത്തിൻ്റെ തികവിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മാംസം ധരിച്ച് ലോകത്തിൽ അവതരിക്കുവാൻ തിരുമനസ്സായ വചനമായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. എന്നും മനുഷ്യ മക്കളുടെ കൂടെയും ഉള്ളിലും വസിക്കുവാൻ ആഗ്രഹിച്ച് തിരുവത്താഴത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് സ്വയം അപ്പമായി അവതരിച്ച മിശിഹാ തമ്പുരാനെ, അങ്ങേക്ക് ആരാധന. എളിയവരും പാപികളുമായ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനും അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് ജീവിച്ച് അങ്ങയെ സ്നേഹിക്കുന്നതിന് വേണ്ടി തിരുവോസ്തിയിൽ അങ്ങയുടെ തിരുമുഖം തെളിയിച്ചു തന്ന് ഞങ്ങളെ ധന്യരാക്കിയ ഇന്നും ജീവിക്കുന്ന സത്യദൈവമേ, അങ്ങേക്ക് നന്ദി. അങ്ങയുടെ തിരുസാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഉറച്ച വിശ്വാസത്തോടും തികഞ്ഞ സ്നേഹത്തോടും പരിപൂർണമായ പ്രത്യാശയോടും കൂടെ സകല സ്വർഗവാസികളോടും ഭൂവാസികളോടും ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന സകല പരിശുദ്ധ കുർബാനകളോടും ചേർന്ന് വലിയ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ഈശോ മിശിഹായെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പൂർവകാലങ്ങളിൽ പിതാക്കന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും അങ്ങയെ കാണുവാൻ തീവ്രമായി ആഗ്രഹിച്ചു വരുന്നുവെന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവർക്ക് പോലും ലഭിക്കാതെ പോയ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായ സർവലോക രാജാവായ കർത്താവേ, നന്ദി നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. പിതാവായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ അടയാളമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതാരമെടുത്ത ദൈവപുത്രനായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവം നിരന്തരം കണ്ട് ആനന്ദിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരും പ്രവാചകന്മാരും സ്വപ്നം കണ്ട മിശിഹായായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ കിടന്ന് തന്റെ മാതാപിതാക്കളെ നോക്കി പുഞ്ചിരിക്കുന്ന ഉണ്ണീശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. യെരൂശലേം ദേവാലയത്തിൽ ഉണ്ണീശോയെ കാഴ്ചവെക്കുവാൻ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ദിവ്യ പൈതലിനെ സ്വന്തം കരങ്ങളിൽ ഏറ്റുവാങ്ങിയ വൃദ്ധനായ ശമയോന് ജന്മസാഫല്യം നൽകിയ ഉണ്ണീശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. സർവ്വജനായ ദൈവമായിരുന്നിട്ടും ജെറുസലേം ദേവാലയത്തിൽ വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് ദൈവവചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന
ബാലനായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതിയിൽ വളർന്നു വന്ന ബാലനായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിൽ 40 നാൾ ഉപവസിക്കുകയും അശുദ്ധാത്മാക്കളാൽ പരീക്ഷിക്കപ്പെട്ട് വിജയിക്കുകയും ചെയ്ത ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. തന്നോടുകൂടെ ആയിരിക്കുവാനും ലോകത്തിന്റെ അതിർത്തികൾ വരെ ഐക്യപ്പെടുവാൻ വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ലോകഗുരുവായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിന്റെ മഹാരഹസ്യങ്ങൾ അഷ്ടഭാഗ്യങ്ങളുടെ മലയിൽ അരുളി ചെയ്യുന്ന ദൈവവചന പ്രഘോഷകനായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. അന്യായമായി വിധിക്കപ്പെടുന്നവരോടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നവരോടും താതാത്മ്യപ്പെടുവാൻ കയ്യഫാസിന്റെ തടവറയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിഷ്കളങ്കനായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. നിരപരാധിയായിരുന്നിട്ടും പീലാത്തോസിന്റെ കൽത്തൂണിൽ കെട്ടപ്പെട്ട് അതിക്രൂരമായി ചമ്മട്ടിയടികളാൽ മുറിവേറ്റ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തെ ഭൂമിയുമായി തന്നിൽ അനുരഞ്ജനപ്പെടുത്തുവാൻ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ 3 ആണികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണവേദന അനുഭവിക്കുന്ന പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ദൈവം പോലെ തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്ന വിധം തന്റെ ദൈവപിതാവ് നിശബ്ദനായിരിക്കുമ്പോഴും അതേ പിതാവിന്റെ തൃക്കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച് തലചായ്ച്ചു മരിച്ച ബലിയർപ്പകനും ബലിവസ്തുവുമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ദൈവപിതാവ് ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ തമ്പുരാൻ തന്നെ തള്ളിപ്പറഞ്ഞ ബലഹീനനും അനുതാപിയുമായ ശമയോൻ പത്രോസിനെ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് തന്റെ ശിഷ്യപ്രമുഖനാക്കുകയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നൽകി സഭയുടെ ദൃശ്യതലവനും പിതാവുമായി തിരഞ്ഞെടുത്ത സർവാധിപനും കർത്താവുമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ലോകത്തിലെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സഭയിൽ ജീവിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ആയിരുന്നവരും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും കർത്താവും ആദിയും അന്തവുമായ ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. അങ്ങയുടെ തിരുമുഖ ദർശന ഭാഗ്യം ലഭിച്ചവരുടെ ഗണത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് നന്ദി. തിരുവോസ്തിയിൽ അങ്ങയുടെ പീഡാസഹനവേളയിലെ തിരുമുഖം ദർശിക്കുവാനുള്ള കൃപ ലഭിച്ച ഞങ്ങളുടെ കണ്ണുകൾ എത്രയോ ഭാഗ്യമുള്ളവ. ഞങ്ങളുടെ ജീവിതം എത്രയോ അനുഗ്രഹീതം. അങ്ങയുടെ തിരുമുഖം ദർശിച്ച് സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ തിരിച്ചുപോയ ഇടയന്മാരെ പോലെ ശിഷ്ടകാലം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനും നിത്യതയിൽ അങ്ങയുടെ തിരുമുഖ ദർശന സൗഭാഗ്യത്തിലായിരിക്കുവാനും കൃപ നൽകണമേ. ദൈവത്തിന്റെ തിരുമുൻപിൽ നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്
ദൈവമായ കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അവിടുന്ന് ചൊരിയുന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് പരിശുദ്ധമായ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഭക്തിപൂർവമായിരുന്ന് വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഗാനം ഈ സമയത്ത് നമുക്ക് ആലപിക്കാം. പരിശുദ്ധ